മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ശാപങ്ങൾ, രോഗങ്ങൾ, അതുപോലെ നമ്മുടെ മുമ്പോട്ടുള്ള പ്രോഗ്രസ്സിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അത് ഹെറിഡിറ്ററിയായി എങ്ങനെ വരുന്നു എന്നുള്ളതും നമ്മൾ ചിന്തിച്ചു. അതിൽ പ്രത്യേകം പറഞ്ഞ കാര്യം ഓർക്കുക, ഗലാത്യർ 3:13-14 വാക്യങ്ങളിൽ പഴയ നിയമത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി നമ്മളെ അബ്രഹാമിൽ കൂടി വാഗ്ദത്ത വിഷയം ആയിട്ടുള്ള ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ നമ്മൾ പ്രാപിച്ചു. അതിനുവേണ്ടി നമ്മളെ ഒരുക്കിയ കാര്യം പറഞ്ഞു. അതായത് ഈ രോഗങ്ങളുമൊക്കെ ഇങ്ങനെ പിതാക്കന്മാർ വഴി പാരമ്പര്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞു. അത് ഒരു രോഗങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു കാണും. നമ്മൾ ഈ പല രോഗങ്ങളും ഈ മാതാപിതാക്കളുടെ മരണശേഷമാണ് പലതും വരുന്നത്, അല്ലാതെയും വരാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ഗലാത്യർ 3:14 പറഞ്ഞതുപോലെ ആ വിശ്വാസത്തിൽ പ്രാപിച്ചത് എങ്ങനെയാണെന്നുള്ളൊരു പുതിയ നിയമ സത്യം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. കൊലോസ്യർ 2:13, 14, 15 വാക്യങ്ങൾ. ഇന്ന് നമ്മൾ ഈ 2-3 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വാക്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. നിങ്ങളിത് പഠിക്കണം, ഇത് നല്ലതുപോലെ പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. കൊലോസ്യർ 2:13, 14, 15. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലുമായിരുന്നു. ഈ വേർഡുകൾ ശ്രദ്ധിക്കണം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും ജീവിച്ചവരായിരുന്ന നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്നിട്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇതിൻ്റെ പിന്നിൽ ഇത്തിരി കാര്യങ്ങളുണ്ട്. ഈ പരസ്യമായ കാഴ്ചയാക്കുന്നു, ജയോത്സവം കൊണ്ടാടുന്നു എന്നൊക്കെ പറയുന്ന ആ സമയത്ത് റോമൻ എംപയർ ആളിനെ പിടിച്ചുകൊണ്ട് വരുന്നവരെ സ്ട്രീറ്റിൽ കൂടി നടത്തി ഇങ്ങനെ കൊണ്ടുപോവുകയും 2 സൈഡിൽ നിന്നും ധൂപങ്ങളൊക്കെ ഇങ്ങനെ വിളക്ക് അങ്ങനെ കത്തിച്ച് ആളുകൾ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇങ്ങനെ എഴുതുന്നത്. പരസ്യമായ കാഴ്ചയാക്കുന്നതും വാഴ്ചകൾ, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളാണ്. വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്ത് അത് മായ്ച്ചു കളഞ്ഞെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അന്നേരം ഈ അതിക്രമം എന്ന് പറയുന്നത് പാപത്തെയാണ് ഇവിടെ അതിക്രമം എന്ന് വിളിച്ചിരിക്കുന്നത്. അതിക്രമങ്ങൾ എന്ന് പറയുന്ന പാപത്തെയാണ്. അന്നേരം വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്ത് മായ്ച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം നമുക്ക് ഒറിജിനലായിട്ടുള്ള കയ്യെഴുത്തിൻ്റെ മുകളിൽ വിരോധമായിട്ടൊരു കയ്യെഴുത്തുണ്ടായിരുന്നു. ഇത് ന്യായപ്രമാണം മാത്രമല്ല, ന്യായപ്രമാണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഈ കയ്യെഴുത്തെന്ന് പറയുന്നത് ന്യായപ്രമാണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അന്നേരം അതല്ല ഇത്, അതിനപ്പുറത്തൊരു മീനിങ് ഉണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ 139 സങ്കീർത്തനം 16 വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അന്നേരം ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ ദൈവം എന്നെ കണ്ടു. ഇവിടെ ചില ദൈവദാസന്മാർ പറയുന്നത് ഇവിടെ ഇത് DNA കുറിച്ചുള്ള ഒരു പരാമർശമാണ് എന്നാണ് പറയുന്നത്. കാരണം ഫീറ്റസ് സ്റ്റേജിലാണ് ഇവിടെ കാണുന്നത്. അവിടെ ഒരു എഴുത്തെഴുതി, കർത്താവ് നമ്മളെക്കുറിച്ചൊരു എഴുത്തെഴുതി. അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ചില നമ്മുടെ ഡെസ്റ്റിനിയെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് ആ ഫീറ്റസ് സ്റ്റേജിൽ കർത്താവ് ഒരു ഒറിജിനൽ റൈറ്റിങ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മേളിലാണ് ഇവിടെ ഒരു ഓവർ റൈറ്റിങ് വന്നിരിക്കുന്നത്. അതാണ് കൊലോസ്യർ പറയുന്ന മറ്റൊരു കയ്യെഴുത്ത്. അത് മായ്ച്ചിട്ട് ഒറിജിനൽ കയ്യെഴുത്ത് പുറത്തു കൊണ്ടുവന്നു. ഈ മറ്റൊരു കയ്യെഴുത്ത് ആരാ കൊണ്ടുവരുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, പിശാച് നടത്തിയ ആ ഓവർ റൈറ്റിംഗ് ആണ്. അതിന് പിശാച് നടത്തിയ ഓവർ റൈറ്റിങ്, ഒറിജിനൽ റൈറ്റിങ് സാംസിൽ പറയുന്ന 139:16 പറയുന്ന ആ ഒറിജിനൽ റൈറ്റിങ്ങിന് മേളിൽ പിശാച് ഒരു ഓവർ റൈറ്റിങ് നടത്തിയത്
അതിക്രമങ്ങളാലും പാപങ്ങളാലും എന്ന് വെച്ചാൽ വിരോധവും പ്രതികൂലവുമായിട്ടുള്ള എഴുതിയിരിക്കുന്ന കൈയെഴുത്ത്. ദൈവം ഒരിക്കലും നമുക്ക് വിരോധവും പ്രതികൂലമായിട്ടൊരു കൈയെഴുത്ത് എഴുതത്തില്ലല്ലോ. അത് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതല്ല ശരിക്കും. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്തെന്ന്. പക്ഷേ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ദൈവം തന്നിരിക്കുന്ന ന്യായപ്രമാണം നമുക്ക് വിരോധമല്ല, നമ്മളെ നന്നാക്കാൻ വേണ്ടി തന്നിരിക്കുന്ന. അത് മാത്രമല്ല, ദൈവം ഒരിക്കലും നമുക്ക് വിരോധമായൊരു കൈയെഴുത്ത് എഴുതത്തുമില്ല. കാരണം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, അവൻ്റെ ക്രിയേഷനെ തൊട്ട് അങ്ങനെയാണ്. അതിന് വിരോധവും പ്രതികൂലവുമായ, നമുക്ക് പ്രതികൂലമായ കൈയെഴുത്ത് എഴുതുന്ന പിശാച് തന്നെ. ആ പിശാച് തന്നിരിക്കുന്ന ഓവർ റൈറ്റിങ് യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ അത് മാറ്റി, അതിനെ പരസ്യമായ കാഴ്ചയാക്കി മാറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോഴീ പിശാച് എഴുതിയ കൈയെഴുത്തുണ്ട് എന്ന് നമ്മൾ മറന്നു പോരുത്. അത് നമ്മൾ മാറ്റിക്കളയണം. ഓക്കെ, അത് നേരത്തെ പറഞ്ഞു യേശു മരിച്ച സകലവും മാറിയെന്നുള്ളതല്ല. യേശു മരിച്ച സകലവും മാറുന്നത് ഞാനത് ഏറ്റെടുക്കുമ്പോഴാണ്. അതുകൊണ്ട് പിശാച് നമ്മുടെ മേളിൽ എഴുതിയിരിക്കുന്ന കൈയെഴുത്ത് നമ്മളത് മാറ്റിക്കളയണം, പ്രാർത്ഥനയിൽ മാറ്റിക്കളയണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ സംസാരിക്കാം. പുറപ്പാട് പുസ്തകം 34:6-7. യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയും ഉള്ളവൻ തന്നെ. 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നു. ഇവിടെ 3 വാക്കുകളാണ്: അകൃത്യം, അതിക്രമം, പാപം. ഇത് 3ഉം ദൈവം ക്ഷമിക്കുന്നവനാണെന്ന് പറയുന്നുണ്ട്. അത് മാത്രവുമല്ല, അത് അവൻ്റെ കമാൻഡ് അനുസരിച്ച് പോകുന്നവരോട് അവൻ ക്ഷമിക്കുന്നത്. കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം, ഇതും ഇവിടെ അകൃത്യം എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ പാപം എന്ന് പറയുന്നത് ഒരു വൺ ടൈം ആക്ഷനാണ്. ഒരിക്കൽ തെറ്റ് ചെയ്യുക എന്നുവെച്ചാൽ, ഈ പാപം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ അമ്പെയ്ത്ത് എൻ്റെ ഒരു സംഭവമുണ്ട്. അമ്പ് ചെയ്യുക, ഒരു പോയിന്റിൽ പോയി അമ്പ് കൊള്ളത്തക്ക രീതിയിൽ ഈ ആർച്ചറിയിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഈ സിൻ എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പ് ചെയ്യുമ്പോൾ ആ അമ്പ് കൊള്ളാതിരിക്കുന്നില്ല, അതിൽ കൊള്ളാതിരിക്കുമ്പോൾ റഫറി യൂസ് ചെയ്യുന്ന വേർഡാണ് സിൻ. അന്നേരം കൊണ്ടില്ലെങ്കിൽ സിൻ എന്ന് പറയും. അതായിരുന്നു അന്നത്തെ ആ രീതിയിൽ അത് ചെയ്തിരുന്നത്. ലക്ഷ്യം സെറ്റുന്നതിനെയാണ് സിൻ എന്ന് പറയുന്നത്. നമ്മൾ ആ വാക്ക് ഹമാർത്തിയ എന്നൊക്കെ ഉള്ളൊരു വേർഡ് അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കും ഈ ഉദ്ദേശം, ആ ലക്ഷ്യം നമ്മൾ തെറ്റുന്നതിനെയാണ് സിൻ എന്ന് പറയുന്നത്. എന്നാൽ റോമലേഖനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ റോമലേഖനത്തിലെ സിന്നിനെ വെർബായും നൗണായും ഉപയോഗിച്ചിട്ടുണ്ട്. സിൻ, പാപത്തെ വെർബായും നൗണായും ഉപയോഗിച്ചിട്ടുണ്ട് റോമലേഖനത്തിൽ. അല്ലെ, യേശുക്രിസ്തു നീതിമാനാണ്. റൈച്ചസ്നസ്, നീതി, റൈച്ചസ്നസ്സിനെ നൗണായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ക്രൈസ്റ്റ് ഈസ് അവർ റൈച്ചസ്നസ് എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിട്ടുണ്ട്. അന്നേരം റൈച്ചസ്നസ് എന്നതൊരു ആശയമല്ല, ന്യൂ ടെസ്റ്റ്മെന്റ് അടിസ്ഥാനത്തിൽ അതൊരു വ്യക്തിയാണ്, അല്ലേ? അതുപോലെ തന്നെ സിന്ന് ഒരാശയമല്ല, ചില സ്ഥലങ്ങളിൽ അതൊരു വ്യക്തിയാണ്. അത് ക്ലിയറായിട്ട് മനസ്സിലാവും. അത് നമ്മൾ റോമൻസ് പഠിക്കുമ്പോൾ പാപം, സിൻ ഒരാശയമല്ല, ചില സ്ഥലങ്ങളിൽ ഒരു വ്യക്തിയായിട്ട് തന്നെ ചിത്രീകരിച്ചിരിക്കുന്നു. അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പാപം പിശാചാണ്. പിശാചില്ലാതെ പാപം ചെയ്യാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനും പിശാചില്ലാതെ പാപം ചെയ്യാൻ. പിശാച് എപ്പോഴും ഈ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടേയിരിക്കും പാപം ചെയ്യാനായിട്ട്. 1000 ആണ്ട് വാഴ്ചക്കാലം നമുക്കറിയാമല്ലോ. ബൈബിളിൽ പറയുന്ന 1000 ആണ്ട് വാഴ്ചക്കാലം യേശുക്രിസ്തു വന്നു നമ്മളെ കൂട്ടിക്കൊണ്ടുപോയതിന് ശേഷം ഈ ലോകത്തിലെ ഭരണം നടത്തുന്ന 1000 ആണ്ട് വാഴ്ചക്കാലം. ഈ 1000 ആണ്ട് വാഴ്ചക്കാലത്തിൽ ആർക്കും പാപം ചെയ്യാനായിട്ട് സാധ്യമല്ല. കാര്യം എന്താണ്? പിശാചിനെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക. അതുകൊണ്ട് പിശാചില്ലാതെ പാപം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെ 1000 ആണ്ട് വാഴ്ചയിൽ രക്ഷിക്കപ്പെടാത്തവരുമുണ്ട്. രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, ആ ലോകത്ത് അന്ന് ജീവിച്ചിരുന്ന ജാതികളുമുണ്ട്, അവരും വന്നിട്ടുണ്ട്. അവിടെ രോഗമില്ല, മരണമില്ല എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട്, പാടുന്നുണ്ട്. രോഗമില്ല, മരണമില്ല എല്ലാം പറയുന്നുണ്ട്. രോഗികളാകാൻ ശ്രമിച്ചാലും രോഗം വരത്തില്ല. കാര്യം എന്താ? ആ രോഗം ഉണ്ടാക്കുന്നവൻ
ഇല്ല അവിടെ. രോഗം ഉണ്ടാക്കുന്ന പിശാച് ഇത് മിക്കവാറും അല്ല, അവന് അഗാധ കൂപത്തിൽ അവിടെ കിടക്കുകയാണ്, അവനെ പൂട്ടിയിട്ടിരിക്കുക. അതുകൊണ്ട് പാപവും രോഗവും മരണവുമില്ലാത്ത ഒരു അവസ്ഥയാണ് 1000 ആണ്ട് വാഴ്ചയിൽ കാണുന്നത്. ഒരു കുഞ്ഞ് മരിക്കുന്നത് 100 വയസ്സിലാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അന്നേരം എന്താ കാര്യം, ഇത് ഞാനിത് പറയാനായിട്ട് ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ, പിശാച് ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇതെല്ലാം വന്നു ചേരുന്നത്. അന്നേരം സിന്നിന് വേറൊരു പേര് നമ്മൾ ഇട്ടാൽ സിൻ ഈസ് ഡെവിൾ, സെയ്റ്റൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പറയുന്നത് വൺ ടൈം ആക്ഷനാണ് പാപമായിട്ട് ഇവിടെ കാണുന്നത്. റിപ്പീറ്റഡ് ആക്ഷൻ, വീണ്ടും വീണ്ടും ചെയ്യുന്ന ട്രാൻസ്ഗ്രഷൻ എന്നോ അതിക്രമം എന്നും എല്ലാം പറയും. വീണ്ടും വീണ്ടും ചെയ്യുന്ന അതിക്രമം, റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ. ഈ റിപ്പീറ്റഡുള്ള ആക്ഷൻ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അത് ഒരു നേച്ചറായി മാറും, ഒരു അകൃത്യമായി മാറും, അല്ലേ? റിപ്പീറ്റഡ് ആക്ഷൻ ചെയ്യുമ്പോൾ ഈ ചില ചേഞ്ചസ് തന്നെ നമ്മുടെ DNA ഉണ്ടാവും. ഈ റിപ്പീറ്റഡ് ആക്ഷൻ കൊണ്ട് DNA കോഡിലെ ചേഞ്ച് ഉണ്ടാവും. അതിൽ ഈ അകൃത്യങ്ങളൊക്കെയും ഈ ഇനിക്വിറ്റിയൊക്കെയും ക്ഷമിച്ചു എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്. വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് എല്ലാം ക്ഷമിച്ചു എന്നാണ് നമ്മൾ കൊലോസ്യ ലേഖനം വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തു. ഇപ്പം മദ്യപാനി തന്നെ റിപ്പീറ്റഡായിട്ട് മദ്യപാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവൻ്റെ ഒരു സ്വഭാവമായി അത് മാറും, അന്നേരം അതിനകത്ത് ചെറിയ ചേഞ്ചസ് DNA കോഡിൽ സംഭവിക്കും. അതിൽ നിന്ന് പിന്നെ വിടുതലെടുത്ത് വരാനായിട്ട് വലിയ പ്രയാസമാണ് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ. ഇപ്പം തന്നെ നമുക്കറിയാം, ഈ ശൂന്യാകാശത്തിലൊരു ലാബൊക്കെ കീപ്പ് ചെയ്ത് 2-3 പേരെ അയച്ചു. 4 പേരവിടെ ഉണ്ട്. അതിൽ 2 പേര് തിരിച്ചു വരുന്നുണ്ട്. അതിൽ തിരിച്ചു വരുന്ന ഇന്ന് എനിക്ക് തോന്നുന്നു പത്രങ്ങളിൽ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് വന്നതാണ്. അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ ആ സ്റ്റൈല്, ആ നേച്ചറൊക്കെ ഇത്തിരി വ്യത്യാസമായി. അവർക്ക് കാൽഷ്യം അത്രയും ഇല്ല, കാലൊക്കെ വീക്കാണ്. കാരണം ഈ പറന്ന് കിടക്കുന്ന അവസ്ഥയായതുകൊണ്ട്, ശൂന്യാകാശത്തിലെ ഇങ്ങനെ പറന്ന് കിടക്കുന്ന അവസ്ഥയായതുകൊണ്ട് അവരുടെ ഈ ഹാർട്ട് പമ്പിങ് വഴി പെട്ടെന്ന് ബ്ലഡ് തലയിലോട്ട് ചെല്ലും. അവിടെ നേച്ചറിനകത്ത് തന്നെ വ്യത്യാസമായി. ഇനി ഭൂമിയിൽ വന്നാൽ അവർക്ക് എത്ര നാൾ ജീവിക്കാൻ പറ്റും എന്നറിയത്തില്ല. മാർച്ച് മാസം 19-ാം തീയതി ഒക്കെ അവരെത്തും എന്നൊക്കെയുള്ള ചിന്തകളും ഒക്കെയാണ് അന്ന് തന്നത്. ഇത് അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പല ചേഞ്ചസ് അവരുടെ DNA തന്നെയും വന്നിട്ടുണ്ട്. അന്നേരം ഈ DNA കോഡ് വ്യത്യാസം വരും. അതുകൊണ്ട് ഒരു ഹാബിറ്റിന് നമ്മൾ അടിമയായി കഴിഞ്ഞാൽ, ഒരു പാപം നമ്മളെ മുറുകെ പറ്റി, നമ്മുടെ അതിക്രമം വന്നിട്ട് അത് കുറേ നാൾ നീണ്ടുപോയാൽ അതൊരു അകൃത്യമായി ഒരു സ്വഭാവമായി മാറും. അതാണ് പറയാനായിട്ട് ആഗ്രഹിച്ചത്. അന്നേരം DNA കോഡിന് വ്യത്യാസം ഉണ്ടാകും. ഒരു ഒറിജിനൽ ആയിട്ട് ദൈവം എഴുതിയതിനെ പിശാച് ഡിസ്റ്റോർട്ടഡ് ആക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഡിസ്റ്റോർട്ടഡ് ആയത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അത് ഇവിടെയാണ് പ്രാർത്ഥനാ ജീവിതവും വിശ്വാസ ജീവിതം കൊണ്ട് ഇതിനെ നമ്മൾ ഓവർ റൂൾ ചെയ്യേണ്ടത്. ജനറേഷണലായിട്ട് പകരപ്പെടുകയാണ്. ഞാൻ ഇത് തൽക്കാലം ഇവിടെ ഇന്ന് നിർത്തുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു 1-2 എപ്പിസോഡിൽ നമുക്ക് ഇത് തീർക്കാം എന്ന് വിചാരിക്കും. ഞാൻ ഇപ്പം നിങ്ങളോട് ഇന്ന് പറഞ്ഞത് കൊലോസ്യ ലേഖനത്തിൽ നിന്നും, എക്സോഡസിൽ നിന്നും, പുറപ്പാടിൽ നിന്നും, അതുപോലെ സങ്കീർത്തനത്തിൽ നിന്നും നമുക്കുള്ള കയ്യെഴുത്തിന് മേലിൽ പിശാച് ഒരു കയ്യെഴുത്ത് എഴുതിയിട്ടുണ്ടെന്നും, അത് നമ്മൾ ജീവിതത്തിലെ സിന്ന് പാപമല്ല, അത് അതിക്രമത്തിലുപരി അകൃത്യമായി മാറുമെന്നും, അത് ജനറേഷനിൽ എങ്ങനെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ഇതിൽ നിന്നാണ് നമുക്ക് ജയമെടുക്കേണ്ടത്. ഈ അകൃത്യത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു എന്ന് ദൈവവചനത്തിൽ പറയുന്നുണ്ടെങ്കിലും അത് എൻ്റേതായി പലപ്പോഴും തീർന്നിട്ടില്ല. അത് നമ്മൾ എടുക്കണം. ഈ ജനറേഷണൽ കേഴ്സിൽ നിന്ന് നമുക്ക് വിടുതലെടുക്കണം. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിച്ച് വിടുതലെടുക്കേണ്ടതാണ്. ഇനിയും തുടർന്ന് 1-2 എപ്പിസോഡുകൂടി നമുക്ക് ഈ ശാപവും, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ട് ശാപം മുറിക്കൽ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ളൊരു ശുശ്രൂഷയൊന്നും അല്ല ഇത്. എന്നാൽ ദൈവം നമ്മൾക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ക്ലിങ് ഓൺ ചെയ്തുകൊണ്ട് നമ്മളൊരു വിജയം ഡിക്ലെയർ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അതിനുവേണ്ടി ആണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഡെലിവറൻസ് ആവശ്യമുള്ള എല്ലാ മേഖലകളിലും നമ്മൾ ഡെലിവറൻസ് ഏറ്റെടുക്കണം.
പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലായിട്ട് ഞങ്ങൾ പാപം വന്നു കയറി, പലപ്പോഴും ശാപം വന്നു കയറി, അതിക്രമങ്ങളായി, അത് അകൃത്യങ്ങളായി ഞങ്ങൾ തുടർന്നു. ഞങ്ങളുടെ അടുത്ത തലമുറകളും കർത്താവെ ഞങ്ങൾക്ക് കൊടുത്തിട്ട് പോകും. കർത്താവെ, അതിനാൽ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ഈ വലിയ അകൃത്യ സ്വഭാവത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങൾ വന്നു കയറിയതിനെയൊക്കെ നമ്മൾ കർത്താവെ ഞങ്ങൾക്കത് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലെ അതിൻ്റെ കർത്താവിൻ്റെ രക്തത്താലുള്ള ജയം ഡിക്ലെയർ ചെയ്യണം. അത് ഈ ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് ഇടവരുത്തണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ അതിനെ ശക്തിയോടുകൂടി ബലപ്പെടുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ചില അഡിക്ഷൻസൊക്കെ ചില കുടുംബങ്ങളിലെ തലമുറയായി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മാതാപിതാക്കന്മാർ വഴി വന്ന ചില അഡിക്ഷൻസ്, മദ്യപാനം ചില കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അപ്പനും അപ്പനും എല്ലാം മദ്യപാനമായിരുന്നു, ഇപ്പോഴും ഒരു മദ്യം. അങ്ങനെയുള്ള ചില ഭവനങ്ങളിലുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ മദ്യപാനത്തിൻ്റെ ആത്മാവിനെ ആ കുടുംബത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ വേരോട് പിഴുത് കളയാനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ കമാൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത് വിട്ടുപോകട്ടെ. ഹൃദയത്തിലെ ആ ഡിസയറുള്ള കുടുംബങ്ങൾ അത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ദൈവം വിടുവിക്കും. അത് മാത്രമല്ല, അതിനോടുള്ള ചേർന്ന് പല ആഡോൺസും അടുത്ത തലമുറകളിലേക്ക് കിട്ടിയിരിക്കുന്നു. പലരും മയക്കുമരുന്നുകൾക്കും അതുപോലെ ചില ഡ്രഗ്സിനുമൊക്കെ അഡിക്ഷനായിരിക്കുന്നു. ആ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗ്രാൻഡ് ഫാദറിൻ്റെ തൊട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ആ റൂട്ടുകളിലുള്ള എല്ലാ ശാപങ്ങളും, എല്ലാ അകൃത്യങ്ങളും, കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ അതിക്രമങ്ങളും, എല്ലാ ട്രാൻസ്ഗ്രഷൻസും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴേ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് ആ കുടുംബത്തെ കർത്താവേ നീ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർമാനമായി ഈ വിഷയം പ്രാർത്ഥിക്കുവാനും ബലപ്പെടുവാനും ദൈവ ഇടവരുത്തിയും സഹായിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങൾ ഈ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഞാനിന്ന് പ്രാർത്ഥിച്ച പ്രെയർ റിക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അയച്ചു തരണം. ദൈവം കാണിച്ചു തരുന്നു ചില കുടുംബങ്ങളിൽ അനേകം വർഷങ്ങളായിട്ട് മദ്യപാനത്തിൻ്റെയും അതുപോലെ ചില ഡ്രഗ്സിൻ്റെയും ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുടെ കുടുംബങ്ങളിലിരിക്കുന്നവരിത് കാണുന്നുണ്ട്. ചില അഡിക്ഷൻസ് ആ കുടുംബത്തിൽ വന്നത് വിടാതെ ഇരിക്കുന്നവർ കാണുന്നുണ്ട്. നിങ്ങൾ അയച്ചു തന്നാൽ റിക്വസ്റ്റ് അയച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. തീർച്ചയായും ഇന്നത്തെ പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ വാട്സാപ്പിൽ ഒക്കെ ലിങ്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കുകയോ, ഇത് അനേകർക്ക് പ്രയോജനപ്പെടും. നമ്മൾ ചിന്തിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ജനറലായിട്ടുള്ളൊരു പ്രിൻസിപ്പിളായിട്ട് ഇങ്ങനെ പലതും പറഞ്ഞു വന്നത് സ്പെസിഫിക്കായിട്ട് ഇത് എൻ്റെ ജീവിതത്തിലെ കേസാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് അവിടെ എല്ലാം വിടുതൽ വരുന്നത്. ഇതിൻ്റെ പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.